ബാബരി മസ്ജിദിനു ശേഷം ഗ്യാങ് വാപ്പി, മധുര, ബോധ്ശാല. ഇപ്പോഴിതാ ഈ പട്ടികയിലേക്ക് പശ്ചിമ ബംഗാളിലെ ചരിത്രപ്രസിദ്ധമായ അദീന മസ്ജിദിന്റെ പേരും എത്തിയിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത് 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകമായ ഈ നിർമ്മിതിക്ക് മേൽ അവകാശവാദമുന്നയിച്ച് ഹിന്ദുത്വ ഗ്രൂപ്പുകൾ രംഗത്തിറങ്ങിയിരിക്കുന്നുവെന്നതിനെ കുറിച്ചാണ്. ബംഗാളിന്റെ മണ്ണിലും വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ള അജണ്ടകൾ സജീവമാവുകയാണോ? അദീന മസ്ജിദിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? പശ്ചിമ ബംഗാളിലെ മാൾഡ ജില്ലയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണയിലുള്ള ചരിത്ര സ്മാരകമാണ് അദീന മസ്ജിദ്. എന്നാൽ ഇത് പണ്ട് ആദിനാഥ് എന്ന ശിവക്ഷേത്രമായിരുന്നു എന്ന തികച്ചും അടിസ്ഥാനരഹിതമായ വാദമുയർത്തിയാണ് ഹിന്ദു സുരക്ഷാ സമിതി എന്ന തീവ്ര സംഘടന രംഗത്തെത്തിയിരിക്കുന്നത്. മസ്ജിദ് വളപ്പിന് തൊട്ടടുത്ത് വൻ ശിവലിംഗം പ്രതിഷ്ഠിച്ച് പൂജ നടത്തിയ ഇവർ വരും ദിവസങ്ങളിൽ മസ്ജിദിനുള്ളിൽ കയറി പൂജ നടത്തുമെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പോലീസിന്റെയും നിരോധനാജ്ഞയുടെയും കണ്ണുവെട്ടിച്ചാണ് ഈ നീക്കങ്ങൾ ഓരോന്നും നടന്നത്. ചരിത്രപരമായ യാതൊരു തെളിവുകളുമില്ലാത്ത ഈ വാദങ്ങളെ ചരിത്രകാരന്മാരും വാസ്തുവിദ്യാ വിദഗ്ധരും പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അദീന എന്ന പേർഷ്യൻ വാക്കിന്റെ അർത്ഥം വെള്ളിയാഴ്ച എന്നാണ്, അതായത് ജുമാ മസ്ജിദ്. 1369 സുൽത്താൻ സിക്കന്ദർ ഷാ നിർമ്മിച്ച ഈ മസ്ജിദ് അന്നത്തെ ബംഗാളിലെ ബഹുസ്വരതയുടെയും സാംസ്കാരിക സമന്വയത്തിന്റെയും അപൂർവ മാതൃകയാണ്. കെട്ടിടത്തിൽ കാണുന്ന താമരയിതളുകളും പ്രാദേശിക കൊത്തുപണികളും അന്നത്തെ കലാകാരന്മാരുടെ ശൈലിയെയും നിർമ്മാണ സാമഗ്രികളുടെ പുനരുപയോഗത്തെയുമാണ് കാണിക്കുന്നത്. എന്നാൽ ചരിത്രപരമായ ഈ വസ്തുതകളെ ആകെ തമസ്കരിച്ച് വിഷവിത്ത് വിതയ്ക്കാനാണ് തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നത്. ഇവിടെ ഏറ്റവും ഗൗരവമുള്ള വിഷയം എന്തെന്നാൽ വസ്തുതകൾക്ക് നിരക്കാത്ത ഈ അവകാശവാദങ്ങൾക്ക് BJP പരസ്യമായി നൽകുന്ന പിന്തുണയാണ്. RSS ബന്ധമുള്ള സംഘടനകൾ വഴി അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുകയും BJP അതിന് രാഷ്ട്രീയ സംരക്ഷണം ഒരുക്കുകയും ചെയ്യുന്ന തന്ത്രമാണ് ഇവിടെയും പുറത്തെടുക്കുന്നത്. ഹിന്ദു സുരക്ഷാ സമിതിയുടെ ഈ ആഹ്വാനത്തെ BJP സംസ്ഥാന നേതൃത്വം പിന്തുണയ്ക്കുന്നത് ഇതിന്റെ പൂർണ്ണമായ തെളിവാണ്. വേറെയുമുണ്ട് മറഞ്ഞിരിക്കുന്ന ലക്ഷ്യങ്ങൾ. മിശ്രവിവാഹങ്ങൾ തടയുക, മുസ്ലിങ്ങൾക്ക് ഭൂമി വിൽക്കുന്നത് നിരോധിക്കുക തുടങ്ങിയ തീവ്ര അജണ്ടകൾ ഉയർത്തുന്നവർക്ക് പിന്നിൽ രാഷ്ട്രീയമായ ലാഭമല്ലാതെ മറ്റെന്താണ്? ബംഗാളിലുടനീളം പണ്ട് മുതലേ സംരക്ഷണമില്ലാതെ നശിച്ചു പോകുന്ന ആയിരക്കണക്കിന് ടെറാക്കോട്ട ക്ഷേത്രങ്ങളുണ്ട്. അവയെ സംരക്ഷിക്കാൻ ഒരു ഹിന്ദുത്വ സംഘടനയും മുന്നോട്ട് വരുന്നില്ല. എന്നാൽ രാജ്യത്ത് നിലനിൽക്കുന്ന സഹവർത്തിത്വം തകർക്കാനും വർഗീയ ധ്രുവീകരണത്തിലൂടെ വോട്ടുറപ്പിക്കാനും സാധിക്കുന്ന ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ മാത്രമാണ് അവർക്ക് കണ്ണുള്ളത്. നിയമപരമായി ഒരു സംരക്ഷിത സ്മാരകം ഏറ്റെടുക്കുമ്പോൾ ഏത് അവസ്ഥയിലാണോ ഉള്ളത് അതേ അവസ്ഥയിൽ നിലനിർത്തണമെന്നതാണ് വ്യവസ്ഥ. മസ്ജിദിനുള്ളിൽ പൂജകൾ നടന്നിട്ടില്ലെന്ന് പോലീസും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും കോടതികളെ മറയാക്കി ഗ്യാങ് വാപ്പി മാതൃകയിൽ സർവേകൾ ആവശ്യപ്പെടാനാണ് ഹിന്ദുത്വ അഭിഭാഷകരുടെ നീക്കം. ദേവഭക്തിയോ പൈതൃക സംരക്ഷണമോ അല്ല, മറിച്ച് ജനങ്ങളെ ഭിന്നിപ്പിച്ച് അശാന്തിയും കലാപവും സൃഷ്ടിക്കുക മാത്രമാണ് ഇത്തരം നീക്കങ്ങളുടെ അന്തിമ ലക്ഷ്യം. രാജ്യത്തിന്റെ ചരിത്രത്തെയും മതേതരത്വത്തെയും വിഭജന രാഷ്ട്രീയത്തിന് ഇരയാക്കാൻ അനുവദിക്കണമോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു.